ഗാങ്ടോക്ക് പോലെ തന്നെയാണ് കേട്ടോ. ഹജു പറഞ്ഞ പോലെ കുന്നുജീവിതം കേട്ടോ ഒരു മൊത്തം. നമസ്കാരം എല്ലാവർക്കും 12B മീഡിയ നോർത്ത് ഈസ്റ്റ് എക്സ്പെഡിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ സിക്കിമിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ഗാങ്ടോക്കിൽ നിന്നും വെസ്റ്റ് ബംഗാളിലെ ഡാർജിലിംഗിലേക്ക് പോകണം കേട്ടോ. ഇങ്ങോട്ട് വരുന്ന വഴി മൊത്തം നമ്മൾ ചുരം കയറുന്ന പോലെ ഒരു പ്രത്യേക റോഡാട്ടോ. അത് ഞാൻ കാണിച്ചു തരാം ആദ്യം, അത് കണ്ടിട്ട് മതി ബാക്കി കാണുന്നത്. സർക്കിളൊക്കെ കയറിയിട്ട് ഒരു റോളർ കോസ്റ്റർ പോലെയൊക്കെ. വളരെ ചെറിയ റോഡാട്ടോ, നേരെ റോഡുകളാണ്. ഇതുകൊണ്ടാണ് ഈ റോഡിൽ ബസ്സുകളൊന്നും പോകുന്നില്ല, ഒക്കെ ടാക്സി ക്യാബ്സും അതുപോലെ ടാക്സി മാത്രമേ ഡാർജിലിംഗിലേക്കുള്ള റൂട്ടിൽ പോകുന്നുള്ളൂ. ഇതിപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡാർജിലിംഗ് ടൗണിൻ്റെ ഒരു ദൂര ദൃശ്യം കാണാം കേട്ടോ. ആ ഭാഗത്തായിട്ടാണ് ഡാർജിലിംഗ് ടൗൺ വരുന്നത്. വെസ്റ്റ് ബംഗാളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഡാർജിലിംഗ്. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. നമ്മൾ വണ്ടിയെടുത്ത് വന്നു. ഗാങ്ടോക്ക് നമ്മൾ ഒരു പ്രൈവറ്റ് ടാക്സി ഹയർ ചെയ്താണ്. എന്തായാലും നമുക്ക് ഡാർജിലിംഗിൽ പോയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. ഡാർജിലിംഗിൽ ഈ റോഡ് സൈഡിൽ കാണുന്നില്ലേ ഈ ട്രാക്ക്, ഇതിലൂടെ ആയിട്ട് ട്രെയിൻ പോവാം, മൗണ്ടൻ ട്രെയിൻ. ഇതൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയതാണ്. മൗണ്ടൻ ട്രെയിനിൻ്റെ റെയിൽ കൊടുത്തിരിക്കുന്ന റോഡിൻ്റെ സൈഡിൽ കൂടെ തന്നെ, പെട്രോൾ പമ്പിന് മുമ്പ് കൂടെയൊക്കെയാണ് ട്രെയിൻ പോവുക. റോഡിന് നടുവിൽ കൂടെയൊക്കെ ചില സ്ഥലങ്ങളിൽ റെയിൽ ക്ലോസ് ചെയ്ത് പോകുന്നുട്ടോ. ഇപ്പോൾ ഫുട്പാത്തിൻ്റെ മേലെ കൂടെ റെയിൽ പോകുന്നുണ്ട്. പശ്ചിമ ബംഗാൾ സംസ്ഥാനത്തെ വടക്കേ അതിരിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നഗരമാണ് ഡാർജിലിംഗ്. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഡാർജിലിംഗിൻ്റെ ശീതകാലാവസ്ഥ കാരണം വേനൽക്കാലത്ത് ഇവിടെ ഒരു സുഖവാസ കേന്ദ്രമായി ഉപയോഗിക്കപ്പെട്ടിരുന്നു. പ്രധാനമായും 2 കാര്യങ്ങളാണ് ഡാർജിലിംഗിനെ പ്രശസ്തമാക്കുന്നത്. ഒന്ന് ഇവിടെയുള്ള ടീ പ്ലാന്റേഷനുകളും, രണ്ടാമത്തേത് മൗണ്ടൻ റെയിൽവേയും. മൗണ്ടൻ റെയിലിൻ്റെ ഒരു സ്റ്റേഷൻ ഇതാട്ടോ. ഇവിടെ ഒരുപാട് നിൽക്കുന്ന നോക്ക്. അവിടെ ഇവിടുത്തെ ആവി എഞ്ചിൻ നിൽക്കുന്ന നോക്കി. അവിടെ അതിൻ്റെ ബോഗീസൊക്കെയാണ് കേട്ടോ ഇത്. ഓ മാൻ, ഇതിലിങ്ങനെ ക്ലോക്ക് ടവർ ആട്ടോ ഈ കാണുന്നത്. പഴയ ഒരു കെട്ടിടം, ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയതാണ്. ബ്രിഡ്ജ് കയറി വരുമ്പോൾ തന്നെ കാണുന്നൊരു പോസ്റ്റർ കേട്ടോ. ഇതൊക്കെ ഒരുപാട് ചിന്തിക്കാനുള്ള പോസ്റ്ററാണ്. വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഡാർജിലിംഗിൽ വന്നിട്ട് കാണുന്ന ഒരു പോസ്റ്ററാണ് കേട്ടോ. ഇവിടെയും ഗാങ്ടോക്ക് പോലെ തന്നെയാണ് കേട്ടോ. ഹജു പറഞ്ഞ പോലെ കുന്നുജീവിതം കേട്ടോ ഇവിടെ മൊത്തം. അതും ഇങ്ങനെ ബിൽഡിങ്ങുകളാണ്. നമ്മളിങ്ങനെ സ്റ്റെപ്പ് പോലെയാണ് ഇവിടെ ബിൽഡിങ്ങുകൾ. അങ്ങനെ മേലേക്ക് അങ്ങനെ പോകും, താഴെ അങ്ങനെ തുടങ്ങിയിട്ട്. നമ്മളൊരു ഹോട്ടലിൽ തപ്പി വന്നാണ്, ഒരു ഹോട്ടലിൽ കിട്ടിയിട്ടുണ്ട്. ഡാർജിലിംഗിലെത്തി റൂമൊക്കെ എടുത്ത് ബാഗൊക്കെ അവിടെ വെച്ചിട്ട് ഒന്ന് സൈറ്റ് സീയിങ്ങിന് വേണ്ടി പുറത്തിറങ്ങിട്ടോ. ഡാർജിലിംഗ് നമ്മുടെ വെസ്റ്റ് ബംഗാളിൻ്റെ വടക്കേ അറ്റത്താണ് സ്ഥിതി ചെയ്യുന്നത്. 6982 ഫീറ്റ് ഉയരത്തിലാണ് ഡാർജിലിംഗ് ടൗൺ ഉള്ളത് കേട്ടോ. ഇവിടുത്തെ പ്രധാനപ്പെട്ട അട്രാക്ഷൻസ് എന്താണെന്ന് വെച്ചാൽ മൗണ്ടൻ റെയിൽവേ ആണ്. ഈ ഹിമാലയത്തിൻ്റെ വാലീസാണ് ഈ ഡാർജിലിംഗ് ഭാഗങ്ങളൊക്കെ. ഈ ഹിമാലയത്തിൻ്റെ വാലികളെ നമ്മുടെ ഇന്ത്യയുടെ താഴ്ന്ന ഭാഗങ്ങളുമായി സമതല പ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്ന മൗണ്ടൻ ട്രെയിലാണ് ഉള്ളത്. അത് ഇവിടുത്തെ റോഡിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ പോകുന്നുണ്ടാവും കേട്ടോ. മാപ്പ് ഓഫ് ഡാർജിലിംഗ് ടൗൺ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഗൂർഖാസിൻ്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. എഡ്മണ്ട് ഹിലാരി ടെൻജിൻ നോർഗെ, നമ്മുടെ ഹിമാലയത്തിലെ എവറസ്റ്റ് കീഴടക്കിയ 2 ആൾക്കാരാട്ടോ. അവരുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റീച്ചഡ് ദ 29,035 ഫീറ്റ് സമ്മിറ്റ് ഓഫ് എവറസ്റ്റ് ഓൺ May 29, 1953 at 11:30 AM. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു ബുദ്ധിസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ അത് തന്നെയാണ്, ഇവിടുത്തെ കൾച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആട്ടോ. ട്രഡീഷണൽ ആയിട്ടുള്ള ചിത്രപ്പണികളാണ്.
പിന്നെ ഇവിടെ നമ്മുടെ മൗണ്ടൻ റെയിലിൻ്റെ ഒരു ചെറിയ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി ഡാർജിലിങ്ങിൻ്റെ ഒരു മാർക്കറ്റ് സ്പേസ് ആണ് കേട്ടത്. നെഹ്റു റോഡാണിത്. ഇവിടെ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കോഫിയാണ്, ചായയാണല്ലേ ഏറ്റവും ബെസ്റ്റ്. ഇവിടെ ഡാർജിലിംഗിൽ മെയിനായിട്ട് അട്രാക്ഷൻ ഇവിടുത്തെ കോഫിയാണ്. ബ്രിട്ടീഷുകാരാണ് ഈ ടൗണ് ഈ രീതിയിൽ രൂപപ്പെടുത്തിയെടുത്തത്. അന്നേരം ഇവർ ഇവിടെ ആദ്യം വന്നതിന് ശേഷം തേയില തോട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അതേപോലെ മൗണ്ടൻ റെയിൽവേ ഒക്കെ ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരാണ്. ഇപ്പോഴും ഈ മൗണ്ടൻ റെയിൽവേ ഒക്കെ നല്ലപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അന്ന് ഉണ്ടാക്കിയതാണെന്ന് വെച്ചാൽ ഇപ്പോഴും അതിന് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ടാക്സി ഡ്രൈവർ പറഞ്ഞത് ഇപ്പോഴും ഈ മൗണ്ടൻ റെയിൽവേ മെയിൻ്റനൻസ് ചെയ്യുന്നത് അതായത് ആ ബ്രിട്ടീഷ് അവിടെ നിന്നുള്ള ആളുകളാണെന്നാണ് പറയുന്നത് കേട്ടോ. ശരിയാണോ തെറ്റാണോ എന്ന് അറിയില്ല. എന്തായാലും നമുക്ക് ഈ നെഹ്റു റോഡിലൂടെ നടന്നു നോക്കാം. നമ്മൾ നെഹ്റു റോഡിലൂടെ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു അടിപൊളി കഫേ പോലെ കാണുന്നുണ്ട്. കേക്ക്സും അതുപോലെ തന്നെ സംഭവങ്ങളൊക്കെ ഇടുന്നൊരു ഷോപ്പാണ്. നല്ല മനോഹരമായിട്ടോ ഇതിൻ്റെ ഒരു സ്ട്രക്ചറും ഇതിൽ കൊടുത്തിരിക്കുന്ന ഡിസൈൻസും കാര്യങ്ങളൊക്കെ. നെഹ്റു റോഡിലൂടെ അങ്ങനെ നടക്കുമ്പോൾ ഒരുതരം പ്രത്യേക രീതിയിലുള്ള ബിൽഡിങ് കാണാം കേട്ടോ. കൊളോണിയൽ സ്റ്റൈലിലുള്ള ബിൽഡിങ്ങാണ്. മാർക്കറ്റ് റോഡിലൂടെ വന്നു കഴിഞ്ഞാൽ ചൗറാസ്ത എന്ന് പറഞ്ഞിട്ട് നമ്മുടെ SM സ്ട്രീറ്റൊക്കെ പോലെ ഒരു കൾച്ചറൽ സ്പേസ് കാണാം. ഇവിടെ ഒരുപാട് കുതിരകളും കുറച്ച് കടകളും പിന്നെ നടുവിൽ വലിയൊരു സ്പേസാണ്. അവിടെ ഒരു സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് മുന്നിലായിട്ട്. ഇവിടെ വരെ എന്തെങ്കിലും മീറ്റിങ്ങുകളും പരിപാടികളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമായിരിക്കാം. ഇവിടെ ഒരുപാട് പ്രാവുകൾ ഗോതമ്പ് മണികൾ ഇങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടി മുന്നോട്ട് വരുമ്പോൾ ഇവിടെ ആ ഒരു ഗോൾഡൻ കളറിൽ ഉള്ള ഒരു സ്റ്റാച്ചു കാണാം കേട്ടോ. ഭാനുഭക്ത ആചാര്യ പറഞ്ഞിട്ടുള്ള ഒരു നേപ്പാളി നാഷണൽ പോയറ്റിൻ്റെയാണ് ഈ പ്രതിമ. അദ്ദേഹം ഓതർ ഓഫ് ദ രാമായണ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. രാമായണ നേപ്പാളിയിലേക്ക് തർജ്ജമ ചെയ്തിട്ടുള്ള പോയറ്റായിരിക്കാം. വളരെ ആക്റ്റീവായിട്ടുള്ളൊരു സ്ഥലം. നമ്മളിവിടെ വന്നതൊരു 1:54 വെള്ളിയാഴ്ച ദിവസമാണ്. പക്ഷെ എന്നാലും ഈ സമയത്തും അത്യാവശ്യം നല്ല ക്രൗഡഡായിട്ട് ആളുകൾ വന്ന് ഒഴിവ് സമയം ചിലവഴിക്കുന്നൊരു സ്ഥലം. ഈ ഒരു സ്ഥലത്തേക്കൂടെ വണ്ടി ഓടിക്കാൻ പറ്റില്ല, വണ്ടി തള്ളി പോകണം. ഇവിടുത്തെ പോലീസുകാർ കണ്ടു കഴിഞ്ഞാൽ നല്ല ഫൈൻ ഇടും. കുതിരകളൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ, കുതിര സഫാരിയൊക്കെ ഉണ്ട് കണ്ടോ. ബൈക്കാരൊക്കെ തള്ളിപ്പോകുന്ന കണ്ടില്ലേ. ഇതിൽ കൂടെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നല്ല ഫൈൻ കിട്ടും. എല്ലായിടത്തും പോലീസുകാർ അങ്ങനെ നിൽക്കുന്നുണ്ട്. ന്യൂ മഹാകാൽ മാർക്കറ്റ്. ഈ മാർക്കറ്റിൻ്റെ അകത്തേക്കൊന്ന് കയറി നോക്കാം. ഇവിടുത്തെ മാർക്കറ്റിൽ ഇങ്ങനെ ഒരുപാട് ബ്ലാങ്കറ്റ് പോലത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു ദീദിയാണിത്. നല്ല ഭംഗിയുള്ള ഒരുപാട് ഡിസൈൻ ആയിട്ടുള്ള ബ്ലാങ്കറ്റുകളും ഷോളും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. छोटा फूल है बैठ छोटा वाला. हाँ ഇവിടെ സെൻട്രലായിട്ട് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട്, ഇവിടെ വരുന്ന ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലമുണ്ട്. നല്ല അടിപൊളി മാർബിൾ കൊണ്ടൊക്കെ ഇരിപ്പിടം ഉണ്ടാക്കിയിട്ടുള്ളൊരു ഭംഗിയുള്ള സ്ഥലം, സെൻട്രൽ സ്ക്വയർ പോലെ. അതിൻ്റെ 4 ഭാഗത്തേക്കുമാണ് നല്ല ഭംഗിയുള്ള രീതിയിൽ റോഡുകൾ നീളുന്നത്. ആ ഓരോ റോഡുകളും മാർക്കറ്റുകളിലേക്കാണ്.
ആ ഡിഫറെൻറ്റ് റോഡുകളിൽ ഒരുപാട് കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻറ്റിക് ഉൽപ്പന്നങ്ങൾ, അതുപോലെ ഇവിടുത്തെ ഡ്രസ്സസ്, അതുപോലെ ഹോട്ടൽസ്, അങ്ങനെ ഒരുപാട് ഗ്രോസറി ഷോപ്പുകൾ എല്ലാം കൂടി ഉള്ളതാണ് കേട്ടോ ഈ മാർക്കറ്റ്. ചൗരാസ്ത എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഡാർജിലിങ്ങിലുള്ള ഈ മാർക്കറ്റ്. നമ്മുടെ ഈ ചൗരാസ്തയിലൂടെ നടക്കുമ്പോൾ ഈ മൗണ്ടൻ റെയിലിൻ്റെ ചരിത്രമൊക്കെ അടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഫോട്ടോകളാക്കിയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ഡാർജിലിംഗിലെ ഒരു മാർക്കറ്റാണ്, പച്ചക്കറി മാർക്കറ്റാണിത്. അറിയില്ല അവിടെ വേറെന്തോ സംഭവം ഒരു പ്രത്യേകതരം പച്ചമുളകാണ്, പ്രത്യേകതരം പച്ചമുളക്. ഓവയ്ക്കൊക്കെ ഒരു വെറൈറ്റി സംഭവം, ഫ്രഷ് ആയിട്ടുള്ള സംഭവം. ഇതാണ് ഇവിടുത്തെ മത്സ്യ മാർക്കറ്റാണ്. ഇവിടെ പലതരം മീനുകളൊക്കെ ഉണ്ട്. കൊഞ്ചൊക്കെ നോക്കുന്നത്, കൊഞ്ച് നല്ല അടിപൊളി കൊഞ്ചാട്ടോ, നല്ല വലിയ കൊഞ്ചാണ്. ഫ്രഷ് വാട്ടർ ഫിഷ്, ഫ്രഷ് വാട്ടർ നദിയിൽ നിന്ന് പിടിക്കുന്നത് റിവർ ഫിഷ്. ശുദ്ധജല മത്സ്യങ്ങളാണ്. കട്ട്ല, അതേപോലെ തന്നെ വാള, കോൺഫ്ലേറ്റ്, പ്രോൺസ്, അങ്ങനത്തെ ഫിഷുകളാട്ടോ. ഇവിടുത്തെ മീനിൻ്റെ കടക്കാരൊക്കെ അതിൻ്റെ അകത്ത് കയറിയിട്ടിരിക്കുന്നത്. നമ്മളൊക്കെ താഴെ നിന്നിട്ട് ഒരു ബെഞ്ച് പേന വരെ വയ്ക്കില്ലേ, ഇതൊക്കെ അതിൻ്റെ അകത്താണ്. ഒരു വാളുണ്ട് അതിൻ്റെ അകത്ത്, കണ്ടോ? ആ വാള് വെച്ചിട്ടാണ് ഇവർ ഫിഷ് കട്ട് ചെയ്യണത്. ബേക്കറി വിൽക്കുന്നൊരു കട, ബേക്കറി സ്റ്റാള് പോലെ നമ്മുടെ പൂരപ്പറമ്പിലൊക്കെ കാണുന്ന പോലെയാണ് ഒരു സെറ്റപ്പാണ് ഇവിടെ. ഒരു വൈബാണ്, അങ്ങനത്തെ ഒരു വൈബാണ്. ഇത് ചിക്കൻ കട, അതേപോലെ തന്നെ മീൻ കട, ഫിഷ് മാർക്കറ്റ്, സെറ്റല്ലേ. ഇതാണ് റെയിൽവേ. ഇതിവിടെ ട്രെയിനാണ്. ഇതൊരു പഴയ ട്രെയിനാണ് തോന്നുന്നുണ്ട് കേട്ടോ. ആ, മൗണ്ടൻ റെയിൽവേ ആണ്. പക്ഷെ ഈ ട്രെയിൻ യുനെസ്കോന്റെ പൈതൃക പട്ടികയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഡാർജിലിംഗിലെ മൗണ്ടൻ റെയിൽവേ. ഒരുപാട് പ്രത്യേകതകളുള്ളതാണ് ഇവിടെ. ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഇതിവിടെ ഉണ്ടാക്കിയത്. അതായത് വളരെ ചെറിയൊരു ഗേജിലൂടെയാണ് ഈ ട്രെയിൻ ഓടുന്നത്. ഇതൊരു പഴയൊരു ട്രെയിനാണ് കേട്ടോ. ഇത് ഇപ്പൊ ഈ ട്രെയിൻ വർക്ക് ചെയ്യുന്നില്ല. ഇതൊരു പഴയൊരു ട്രെയിനാണ്. ഇത് ക്യാബിൻ മാത്രമല്ല, എഞ്ചിനൊന്നും ഇല്ല ഇതിന്. അപ്പുറം പോയി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ട്രെയിൻ വരും, അത് കാണാം. ഇതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. ഇവിടുന്നാണ് ഈ ട്രെയിനുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യണത്. അവിടെ ഇവിടുന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിൻ മൊത്തം. മെയിനായിട്ട് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൽക്കരിയാണ് ഈ ട്രെയിനുകൾ ഓടാനുള്ള ഫ്യൂല്. കൽക്കരിയിൽ ഓടുന്ന ട്രെയിനുകളുണ്ട്, ഡീസൽ ഒഴിച്ചിട്ട് ഇരുത്തി അങ്ങ് അപമാനിക്കുക. ഡീസൽ ഒഴിച്ചിട്ട് ഓടുന്ന ട്രെയിനുകളുണ്ട്. പക്ഷെ കൽക്കരിയായിട്ട് ഓടുന്ന ട്രെയിനിൽ കയറിയാലാണ് നമുക്ക് ആ ട്രെയിനിന്റെ ഒരു വൈബ് കിട്ടത്തുള്ളൂ. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനൊന്നും വന്നിട്ടില്ല. ഞങ്ങൾ ഇവിടെ റൂമിലേക്ക് പോകുമ്പോൾ ട്രെയിനുകൾ നിൽക്കുന്നുണ്ടായിരുന്നു. 1000 രൂപയാണ് കേട്ടോ. അതായത് ഈ റെയിൽവേ സ്റ്റേഷൻ, ഡാർജിലിംഗിൻ്റെ ഈ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വട്ടം കറങ്ങിയിട്ട് ഈ റെയിൽവേയിൽ കൊണ്ടാക്കും. അതാണ് ഇവിടുത്തെ പ്ലാന്. അതുപോലെ തന്നെ വേറൊരു ട്രെയിൻ ഉണ്ടായിരുന്നു ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ന്യൂ ജയ്പൽഗുരി എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേഷനിലേക്ക് പോകുന്നത്. പക്ഷെ കറൻ്റ്ലി അതിപ്പോൾ വർക്കിംഗ് അല്ല എന്നാണ് ഞങ്ങളിവിടെ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. കണ്ടോ, പണ്ട് കാലത്തുള്ള സ്റ്റീം എഞ്ചിനുകളാട്ടോ ഇത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉപയോഗിച്ചിരുന്നതാണ്. ഹിമാലയൻ ബേർഡ്, അതിൻ്റെ പേരെഴുതിയിരിക്കുന്ന നോക്ക്, ഹിമാലയൻ ബേർഡ് എന്നാട്ടോ. ഇത് ലോക്കോ ഷെഡാണ്. ഈ ലോക്കോ ഷെഡിൽ ഒരുപാട് സ്റ്റീം എഞ്ചിനുകൾ നിർത്തിയിട്ടിട്ടുണ്ട്. കൽക്കരി ഉപയോഗിച്ചിട്ടാണ് ഇത് ഓടുന്നത്. അതിൽ നിന്ന് ഇങ്ങനെ പുക വരുന്ന കണ്ടില്ലേ. ഒരുപാട് വർഷത്തെ കഥകൾ പറയുന്നതാണ് കേട്ടോ ഈ സ്റ്റീം എഞ്ചിനുകളൊക്കെ. ഇപ്പോഴും ഇവയൊക്കെ പ്രവർത്തന സജ്ജമാണ്. ഇതിലൂടെ അങ്ങനെ കൽക്കരി വന്ന് കിടക്കുന്ന നോക്ക്. കൽക്കരി ഇതിലൂടെ അങ്ങനെ ഇടും.
എന്നിട്ട് ഈ എഞ്ചിൻ്റെ ഉള്ളിലിട്ട് കത്തിക്കും. അങ്ങനെ വരുന്ന ആ ചൂട് കൊണ്ടാണ് ഈ വണ്ടികളൊക്കെ ഓടുന്നത്. ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേൻ്റെ ഒരു ബോർഡാണ്. ഇവിടെ ഇതിൻ്റെ ചരിത്രവും മഹാത്മാഗാന്ധി ഈ റെയിൽവേ ട്രാക്കിലൂടെ നടക്കുന്ന ചിത്രങ്ങളും മഹാത്മാഗാന്ധിയുടെ കൂടെ മദർ തെരേസയും ഉണ്ട്. ഇതാണ് മദർ തെരേസ. ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലം തന്നെ കേട്ടോ. ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന ഒരു സ്ഥലമാണ് ഈ ഡാർജിലിങ്ങിലെ ഈ ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ. ഇത് ഡീസൽ എഞ്ചിൻ്റെ ലോക്കോയാണ്, ഡീസൽ എഞ്ചിൻ്റെ എഞ്ചിനാണ്. ഓക്കെ, ഇതിൽ കൽക്കരി അല്ല, ഇതിൽ കുഞ്ഞ് ഡീസൽ, നമ്മൾ കാണുന്ന വലിയ ട്രെയിനിൻ്റെ കുഞ്ഞ് ഡീസലിൻ്റെ ആ ഒരു വ്യത്യാസപ്പെടുത്തിയുള്ള സാധനം. ഇതാണ് ഇവിടെയുള്ള ഡീസൽ എഞ്ചിൻ. നമ്മൾ അവിടെ കണ്ടതാണ് ഇവിടെയുള്ള കൽക്കരിയിൽ ഓടുന്ന എഞ്ചിൻ. കൽക്കരിയിൽ ഓടുന്ന എഞ്ചിനിൽ പോകണം കേട്ടോ. അപ്പോഴാണ് ഇവിടുത്തെ ഒരു വൈബ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് പെട്ടെന്ന് ഞങ്ങൾ ഡാർജിലിംഗിൽ നിന്ന് പോകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ ട്രെയിനും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ലിമിറ്റഡ് ആണ്, ടൈമിങ് വ്യത്യാസമുണ്ട്. അത് നോക്കിയിട്ട് വേണം വരാൻ. പ്ലാറ്റ്ഫോമൊക്കെ കാലിയാണ്. ഇങ്ങനെയായിട്ട് പ്ലാറ്റ്ഫോം വരുന്നത്. ഇവിടെ വന്ന് ട്രെയിൻ നിർത്തുക, നമ്മളിതിൽ കയറുക, എന്നിട്ട് നേരെ പോവുക, ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ ആസ്വദിക്കുക, തിരിച്ചു വരിക. അത്രേ ഉള്ളൂ. ഇന്ത്യയിലെ ഈ ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ 6812 ഫീറ്റ് ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിങ്ങൾക്ക് അതിൻ്റെ ആൾട്ടിറ്റ്യൂഡ് കാണാം കേട്ടോ. ക്ലാസ് കമ്പാർട്ട്മെൻ്റ് ആണ് ഇത്. നല്ല അടിപൊളിയായിട്ടുള്ള സീറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കമ്പാർട്ട്മെൻറ്റാണ്. പഴയ കാലത്ത് ഡാർജിലിംഗിലെ പ്രധാന ഗതാഗത മാർഗമായിരുന്ന ഈ ഒരു ട്രെയിനുകൾ ഇപ്പോൾ നമുക്ക് വിനോദസഞ്ചാര ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. 1879 ഈ റെയിൽവേ നിർമ്മാണം ആരംഭിച്ചത്. 1881 ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി ഇത് ഗതാഗത യോഗ്യമായി. ബാർബർ ഷോപ്പ് ആട്ടെ. നമ്മളങ്ങനെ വഴിയരികിൽ ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ അങ്ങനെ കാണാം. തന്നെ കണ്ടില്ലേ, റോഡരികിൽ തന്നെയാണ്. ഇതൊക്കെ ഇവരുടെ മാർക്കറ്റാണ്. ആളുകളൊക്കെ തിരക്കിയിട്ട് സാധനങ്ങൾ മേടിക്കുന്ന തിരക്കിലാണ്. ഒരുപാട് പഴക്കം ചെന്നൊരു ടൗണാണ് കേട്ടോ ഡാർജിലിംഗ്. ഇവിടെ ഒരുപാട് കൊളോണിയൽ കാലത്ത് നിർമ്മിച്ചിട്ടുള്ള ഒട്ടനേകം കെട്ടിടങ്ങളും മാർക്കറ്റുകളും ഇപ്പം നമ്മൾ നേരത്തെ കണ്ട മൗണ്ടൻ റെയിൽവേകളുടെ കെട്ടിടങ്ങളും എല്ലാം പഴയ കാലത്തിൻ്റെയാണ്. നമ്മളിതിൽ കൂടെ നടക്കുമ്പോൾ പഴയ കാലത്തിലേക്ക് ഒരു എത്തിനോട്ടം കൂടിയാണ്. ഒരു റെസ്റ്റോറൻറ്റ് വന്നതാണ്, ഒരു കഫേ. നമ്മൾ ഫ്രൈഡ് റൈസും അതേപോലെ തന്നെ ഇതിൻ്റെ പേരെന്താ ഷാനു? ഇത് തുപ്കയൊക്കെ പറഞ്ഞിട്ടോ. ചിക്കൻ തുപ്ക, ഇത് ചിക്കൻ ഫ്രൈഡ് റൈസ്, എല്ലാം ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. എന്തായാലും ഇത് കഴിച്ചു നോക്കാം. ഇവിടെ മറ്റേ ചോപ്പ് സ്റ്റിക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഉണ്ടോ ഈ സാധനം? പിന്നെ നമ്മളിങ്ങനെ കഴിക്കുക, ഇങ്ങനെ പിടിക്കുക, ചോറ് ഉപയോഗിക്കാൻ അറിയില്ല. അതാണ് ഇതിങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ കഴിക്കുക. എങ്ങനെ പിടിക്കാൻ അറിയില്ല കേട്ടോ. ഇവിടെ വെക്കാൻ ഇത് ഡാർജിലിംഗിൻ്റെ മനോഹര കാഴ്ചകളെല്ലാം ക്യാമറയിലാക്കി ഞാൻ യാത്ര തുടരുകയാണ്. ഇതിലും മനോഹരമായ പുതിയ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മി റമീസ് സൈനിങ് ഔട്ട് ഫ്രം 12B മീഡിയ.